രാജ്യത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി. അസാധ്യമെന്ന് പറഞ്ഞിരുന്ന പല വികസന പ്രവർത്തനങ്ങളും സാധ്യമാക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ്, ജനറൽ വിഭാഗത്തിലുള്ള വയോധികർക്ക് കട്ടിൽ, പുതുക്കോട് GMLP സ്കൂളിലേക്കുള്ള ഫർണിച്ചർ എന്നിവ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു. എല്ലാ രംഗത്തും കേരളം മോഡലിലേക്ക് വരാൻ കഴിഞ്ഞത് ഈ രീതിയിലുള്ള ജനങ്ങളുടെ കൂട്ടായ ഇടപെടലിൻ്റെ ഫലമായിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം മുന്നിലെത്തിയത്. അതുകൊണ്ടാണ് സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ കേരളം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ആരോഗ്യപരിപാലന രംഗത്ത് നമ്മുടെ കേരളം മുന്നോട്ട് പോയത്. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും നമുക്കവിടെ എല്ലാം മുന്നേറ്റം ഉണ്ടാക്കണേ. ഇനി നമ്മുടെ പാവപ്പെട്ടവൻ്റെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിൽ നമ്മൾ മുന്നേറിയെന്ന് മാത്രമല്ല, വരുന്ന നവംബർ 1 എന്ന് പറയുന്ന ഒരു ദിനം, നവംബർ 1 പ്രത്യേകത എന്താണ്? കേരളപ്പിറവി ദിനമാണല്ലേ. അപ്പോൾ 2025 നവംബർ 1 ആകുമ്പോൾ നമ്മുടെ കേരളം അതിമഹത്തായ ഒരു നേട്ടവും കൂടി നേടാൻ വേണ്ടി പോകും. പുതുക്കോട് പഞ്ചായത്ത് ആ നേട്ടം ഇപ്പോൾ തന്നെ നേടിയിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് നമ്മുടെ കേരളത്തിൽ ഇനി അതിദാരിദ്ര്യമുള്ള ആളുകൾ അവരുടെ ജീവിതമെല്ലാം തന്നെ മാറ്റി. അധികാര സമ്പത്ത് വികേന്ദ്രീകരണത്തിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായി പരിഹാരം കാണാൻ കേരളത്തിന് സാധിച്ചു. അത് കേരളത്തിന്റെ മഹത്തായ നേട്ടമാണ്. എല്ലാ രംഗത്തും മാതൃകയായതുകൊണ്ട് തന്നെയാണ് കേരളം മാതൃകയാണെന്ന് പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ PP സുമോദ് MLA അധ്യക്ഷനായി. പുതുക്കോട് GMLP സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു, ICDS സൂപ്പർവൈസർ സുസ്മി എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PM അലി, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ബിനു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മെമ്പർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന സ്വാഗതവും സെക്രട്ടറി J ഷാജി നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.